നമസ്കാരം. തിരുവനന്തപുരത്തെ മേയർ കൊച്ചമ്മയുടെ താങ്ങും തണലുമായി പോലീസും സർക്കാരും നിൽക്കുമ്പോൾ നീതിക്കായി കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് KSRTC ഡ്രൈവറായ യദു. പോലീസിൽ ഇനി വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് യദുവിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മേയർക്കും MLAക്കുമെതിരെ കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഡ്രൈവർ യദു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുവരെയും കേസിൽ ഡ്രൈവറുടെ വാദം കേൾക്കാനോ നടപടി സ്വീകരിക്കാനോ പോലീസോ മറ്റധികൃതരോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. മെമ്മറി കാർഡ് കാണാതായതിലെ ദുരൂഹതയടക്കം കോടതിയിൽ പറയാനാണ് യദു നീക്കം നടത്തുന്നത്. മെമ്മറി കാർഡ് മാറ്റിയതിൽ MLAയുടെ പങ്കടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കാര്യങ്ങളായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യദു കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഒരു പൗരന് സ്വന്തം നാട്ടിലെ പോലീസും സർക്കാരും സംവിധാനങ്ങളൊന്നും നിയമം നടപ്പിലാക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് തന്നെ അസഹിഷ്ണുതയാണ്. യദുവിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? മേയർക്കെതിരെ തെളിവുകൾ അടക്കം പുറത്തു വന്നിട്ടും യദുവിനോട് കാണിക്കുന്നത് നീതികേടാണ്. MLAക്കും മേയർക്കുമെതിരെ തെളിവുകൾ അടക്കം പുറത്തു വന്നിട്ടും യദുവിനോട് കാണിക്കുന്ന നീതികേടാണ് ഇപ്പോൾ യദുവിനെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസിൽ ഉള്ള വിശ്വാസം യദുവിനെ ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഡ്രൈവർ നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുമെന്ന് അറിയിപ്പ് നൽകിയിരുന്നു. യാത്രക്കാരുമായി പോകുകയായിരുന്ന ബസ് നട റോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച പരാതിയിൽ കേസെടുക്കാത്ത കന്റോൺമെന്റ് SHOയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബസ് ഡ്രൈവറുടെ പരാതിയിൽ അന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥാണ് ഉത്തരവിട്ടത്. മെയ് 9 തിരുവനന്തപുരത്തെ കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കാനാണ് ഇരിക്കുന്നത്. നേമം സ്വദേശി HL യദു സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ആര്യ രാജേന്ദ്രൻ, KM സച്ചിൻ ദേവ്, അരവിന്ദ് കണ്ടാൽ അറിയാവുന്ന 2 പേർ എന്നിവർക്കെതിരെയാണ് പരാതി ഉള്ളത്. ഇവർ ഏപ്രിൽ 27 യദു ഓടിച്ചിരുന്ന KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. തന്നെ അസഭ്യം പറയുകയും യാത്രക്കാരെ ബസിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും യദു പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. അന്ന് രാത്രി 10:30 കന്റോൺമെന്റ് SHOയ്ക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാകും. എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തുവെന്നും യദു പരാതിയിൽ പറയുന്നുണ്ട്. കന്റോൺമെന്റ് SHOയെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി മറ്റൊരു ഏജൻസിയെ കൊണ്ട് കേസ് അന്വേഷിക്കണമെന്നാണ് യദുവിന്റെ മറ്റൊരു ആവശ്യം. 1 മുതൽ 5 വരെയുള്ള എതിർകക്ഷികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും തന്നെയും യാത്രക്കാരെയും സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിനുമെതിരെയും അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ യദു ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സർക്കാരിന് വീണ്ടും വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ്. മേയർ ഡ്രൈവർ കേസിൽ ഇപ്പോൾ യദു കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന ഗുരുതരമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു സാധാരണ പൗരനായ യദുവിന് പോലീസിലുള്ള സർക്കാരിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ.